മോഹൻലാൽ നായകനായി എത്തിയ തുടരും ഈ ഒരു ശനിയാഴ്ചയും കൊടുമ്പിരിക്കൊണ്ട കളക്ഷനുമായി മുന്നോട്ട് പോകുന്നു. അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ അതിഗംഭീരനെന്ന വിശേഷണം ലഭിച്ച സിനിമ 23-ാം ദിനവും കുതിച്ചുയരുന്നത് റെക്കോർഡ് വേഗത്തിൽ തന്നെയാണ്. ഇതിനോടകം 100 കോടിയും കടന്ന് 200 കോടിയും വേൾഡ് വൈഡ് കടന്ന സിനിമ 250 കോടിയിലേക്ക് കുതിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി 100 കോടി നേടുന്ന ചിത്രമായി മാറി തുടരും. ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഇതുവരെ ലഭിച്ച കാര്യങ്ങളും ഒക്കെ വെച്ചൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇന്നലത്തെ കളക്ഷനിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇന്നലെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് 1,50,00,000 രൂപയാണ്. അതായത് 22-ാം ദിനത്തിൽ സിനിമ നേടിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,50,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് വലിയ ഇടിവുണ്ടായി. തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വെർഷൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ആകെ ലഭിച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപ മാത്രമാണ്. ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 1,20,00,000 രൂപയാണ്. മോശമല്ല എന്നല്ല പറയുന്നത്, അതും റെക്കോർഡ് എന്ന് തന്നെ പറയാം. 22-ാം ദിനത്തിൽ ഒരു സിനിമയ്ക്ക് ഇത്ര എമൗണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കേരളത്തിൽ നിന്ന് 1.5 കോടിയും ഓവർസീസിൽ നിന്ന് 1,20,00,000 രൂപയും കൂടെ ചേരുമ്പോൾ നമുക്ക് ഏറെക്കുറെ കാണാൻ കഴിയുന്നത് 2,70,00,000 രൂപയോളമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 കൂടെ കൂട്ടുമ്പോൾ 2,80,00,000 രൂപ, അതായത് ഏറെക്കുറെ 3 കോടിക്ക് തൊട്ടടുത്തെത്തി എന്നുള്ള ഒരു കാര്യമാണ്. 22-ാം ദിനമാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കേരളത്തിൽ നിന്ന് ഇതുവരെ ഈ 22 ദിനം കൊണ്ട് എത്ര നേടിയെന്ന് നോക്കുകയാണെങ്കിൽ 105.12 കോടിയാണ് സിനിമ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 18,80,00,000 രൂപയാണ് സിനിമ നേടിയെങ്കിൽ ഓവർസീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു 91 ലക്ഷം രൂപ. ടോട്ടലായി 22 ദിനം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 216 കോടിയോളമാണ് എന്നുള്ളതാണ്. ഇനിയും ഇന്നത്തെ കളക്ഷൻ കൊടുമ്പിരിക്കൊണ്ട് തീ പോലെ തന്നെ ആളിപ്പടരുന്ന ഒരു കാഴ്ച. ഇന്നലത്തെ എവിടെ നിർത്തിയോ അതിന് മുകളിലേക്കായിരിക്കാം സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. ഏവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയുള്ള ആ ഒരു കളക്ഷനിലേക്ക് എത്തുമ്പോൾ 813 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ആ ഒരു അപ്ഡേറ്റിലാണ് നമ്മൾ പറയുന്നത്. 55,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പറയുമ്പോൾ 85 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് ഇപ്പോൾ തന്നെ 1 കോടിക്ക് മുകളിൽ സിനിമ നേടി. അതായത് ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ 1,50,00,000 തൊട്ട് 1,80,00,000 രൂപയ്ക്കും അടുത്തായിരിക്കാം. ഒരു പക്ഷേ 2 കോടിയിലേക്ക് എത്തിയാലും അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് തുടരുമെന്ന മോഹൻലാൽ ചിത്രമാണ്. വേറെ ഒരു സിനിമ പോലും നമുക്ക് നമ്മുടെ ചരിത്രത്തിലില്ല 23-ാം ദിനവും 1 കോടിക്ക് മുകളിൽ നേടുന്ന ചിത്രം എന്നുള്ളത്. ആദ്യ ദിനങ്ങളിലൊക്കെ റെക്കോർഡ് തൂക്കിയ സിനിമ ആദ്യ 10 ദിവസത്തോളം നമുക്ക് കാണാൻ കഴിയുന്നു 5 കോടിക്ക് മുകളിലായിരുന്നു. ആദ്യ 11-ാം ദിനം അല്ലെങ്കിൽ 11-ാം ദിനം വരെയും 5 കോടിക്ക് മുകളിലായിരുന്നു. പിന്നീടാണ് 4 കോടിയിലേക്കൊക്കെ എത്തുന്ന ഒരു കാര്യം. എന്തായാലും തമിഴിലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും സിനിമയ്ക്ക് മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ആ ഒരു കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു റേഞ്ചിലായിരിക്കാം. 220 കോടി എന്നുള്ളത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നമുക്ക് 110 കോടി എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഒരു പക്ഷേ ആ റേഞ്ചിലേക്ക് സിനിമ എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. ഇനിയും വരുന്ന ഞായറാഴ്ച കൂടിയാകുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് മറ്റൊരു ചരിത്രത്തിലേക്ക് പോവുകയാണ്. ആദ്യ 25 ദിനങ്ങളിലും സിനിമ 1 കോടിക്ക് മുകളിലെത്തുക എന്നുള്ള ആ ഒരു അത്ഭുതകരമായ കാര്യം. ഇത് കേരളമാണ്, ചെറിയ ഒരു സിനിമ മേഖലയാണ്. പക്ഷേ ഇവിടെ ഉയരുന്നത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വിജയം. ഇനിയും ഇതേപോലെയുള്ള റെക്കോർഡുകൾ തകർക്കണമെങ്കിൽ ഒരുപാട് വേർക്കേണ്ടി വരും. കാരണം അമ്മാതിരി കൊടൂര തൂക്കാണ്. 100 കോടിയിലും നിർത്തിയില്ല. ഇതുവരെ 89 കോടിയൊക്കെ നേടിയ അവസാനിപ്പിച്ച സിനിമകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് തുടരുമെന്ന സിനിമ 100 കടന്ന് 110ലേക്ക് എത്തുമ്പോൾ ഇനി അത് മുകളിലേക്ക് പോയി 150ലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണേലും കാത്തിരിക്കാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽസലാം.